ആ ഒരു സാധനം മോനെ അത് നമ്മൾ പേടിച്ചേ പറ്റുള്ളൂ. കല്യാണം കാലനാണ് പറക്കും കയറുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയില്ല. കട്ടയ്ക്ക് നമ്മൾ ഓടിക്കുന്ന കിടില പോലെ വണ്ടി ഓടിക്കും, കളി മുഴുവൻ കളിക്കും. ഇവനെ പോലും എനിക്ക് പേടിയില്ല. പക്ഷെ ആ ഒരു സാധനം മോനെ അത് നമ്മൾ പേടിച്ചേ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ പുതുതായിട്ട് എടുക്കണമെന്ന് വിചാരിച്ച് കാണാൻ പോയ വണ്ടി. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വണ്ടി കൊടുത്ത് പുതിയ വണ്ടി അപ്ഡേറ്റ് എന്താണ് ബ്രോ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിനി എന്താണ് പ്ലാൻ കറക്റ്റ് പറഞ്ഞിട്ട് എന്ത് വണ്ടി ഇറക്കി ഏതാണ് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. തുടക്കം തന്നെ പറയാം, കംപ്ലീറ്റ് ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള വണ്ടി ആയിരിക്കും എടുക്കാൻ വന്ന കാര്യം. ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുന്ന നാട്ടിലുണ്ടാവത്തില്ല. തുടക്കം തന്നെ ഒരു ദുരന്തത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. കാര്യൻ്റെ കൈയൊക്കെ ചുമന്നിരിക്കുന്നതാണ്. സംഭവം കുറേ കാലം കാത്തിരുന്നിട്ട് 14,000 രൂപയ്ക്ക് ഒരു സ്കേറ്റിംഗ് ബോർഡ് ഏകദേശം 2-3 വർഷം മുന്നേ വാങ്ങിയതാണ്. ചെറുപ്പത്തിലെ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറാണ്, അപ്പം സമ്മതിക്കില്ല. എന്നിട്ട് പിന്നെ അനിയത്തി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തോടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ച് ഇന്നലെയൊക്കെ കുറേ ഓടിച്ച് അവൾ ഓടിക്കും കുറച്ച്. അപ്പോൾ ഇന്ന് അവൾ എന്നോട് പറഞ്ഞു വന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കേറ്റിംഗ് ബോർഡ് എടുത്തൊരു ഓടിച്ചതാണ്. പിന്നെ ഫോൺ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് എന്താ പറ്റിയെന്നൊന്നും ഒരു ഓർമ്മയില്ല. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഒരു വീഡിയോ CCTV ഉള്ളതുകൊണ്ട് കണ്ടു. കത്തിറുമ്പിന് കല്യാണം, കത്തിറുമ്പിന് കല്യാണം, കുത്തുകുത്തുന്ന ചെമ്മാനം, പത്ത് പൃത്തിയ ചപ്പാത്തി, ചപ്പാത്തി അല്ല. തുടക്കം തന്നെ നമ്മുടെ ദുരന്ത വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് അവസ്ഥ. എന്താ സംഭവിച്ചതെന്നൊന്നും ഓർമ്മയില്ല. ഒരു ഓട്ടോ ഓടിച്ചാണ്, സത്യം പറയാമല്ലോ ജസ്റ്റ് മിസ്സിനാണ് തല പോയി അടിക്കാത്ത. ഫോണും കയ്യിലുണ്ടായിരുന്നു, ഫോണും കുത്തി പൊട്ടി തെറിച്ചേനെ. ഫോണും സീനാവും. ഇപ്പോൾ 1.5 ലക്ഷം പോയാലും തലയടിച്ചാലോ മൂക്കടിച്ചാലോ പണിവാളും. ഇതൊക്കെ പോലെ സാധനം ഉപയോഗിക്കുന്നവർ നൈസായിട്ട് തന്നെ പ്രൊട്ടക്ഷൻ ഹെൽമെറ്റും ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുക. വമ്പൻ ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനം വേറെ ഇല്ല. കാര്യം പിള്ളേർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡേഞ്ചർനെസ് KTM പവർ കൂടിയ വണ്ടി എടുക്കാൻ പോലും പേടിയില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ എടുക്കുമ്പോൾ പേടിക്കണം. കാര്യം ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ തലയടിച്ച് വീഴും. ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ തലയടിക്കുക. എൻ്റെ പോക്കറ്റ് റോക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. അവനെ എടുത്തപ്പോൾ പോലും എല്ലാവരും പറയുന്ന കാലനാണ് പറക്കും കയറുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയില്ല. കട്ടയ്ക്ക് നമ്മൾ ഓടിക്കും, നല്ല കിടില പോലെ വണ്ടി ഓടിക്കും, കളി മുഴുവൻ കളിക്കും. ഇവനെ പോലും എനിക്ക് പേടിയില്ല. പക്ഷേ ആ ഒരു സാധനം മോനെ അത് നമ്മൾ പേടിച്ചേ പറ്റുള്ളൂ. വമ്പൻ ഡേഞ്ചറാണ്. അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സാധനം മേടിക്കണമെങ്കിൽ നല്ല സ്കേറ്റിംഗ് ബോർഡ് ടാഗ് ചെയ്ത് വെച്ചേക്കാം. ഉറപ്പായിട്ട് നിങ്ങൾ മേടിച്ചോ, ഡിസ്ക്രിപ്ഷനിലുണ്ട്. പക്ഷേ നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. മോഡൽ കയറിടാൻ പോവാണ്, ആരും പേടിക്കല്ലേ. ഓഫ് റോഡ് കയറട്ടെ, എന്നെ കാണിച്ചിട്ട് മോഡൽ കയറി ആർക്കും പേടിയില്ലല്ലോ. വീഡിയോ കാണിക്കുന്നത് വരുന്നുണ്ട്. അപ്പോൾ ഇവനെ എടുത്ത് നമുക്ക് അകത്ത് വെക്കാം. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ സെറ്റാക്കാം കേട്ടോ. കുറേ 2-3 വർഷമായി ഞാൻ മേടിച്ചിട്ട് ഇഷ്ടത്തിനങ്ങ് വാങ്ങിയതാണ്. പക്ഷേ ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചപ്പം എന്തായാലും വീഴുമെന്ന് എനിക്കറിയാം, വീണേ പഠിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷൻ എടുത്തില്ലെങ്കിലേ ഡയറക്റ്റ് പണിയാവും. എൻ്റെ കൈ നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്, വാഹനത്തിനൊന്നും പറ്റിയിട്ടില്ല. വീട്ടിൽ അമ്മയൊക്കെ എന്നെ വെട്ടും. അപ്പോൾ ഒരുപാട് പേര് ഡ്യൂക്കി ഇവിടെ ഇരിപ്പുണ്ട്. നല്ല മഴയൊക്കെ പെയ്ത് ഫുള്ള് ചെളിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ് മഴയുണ്ടെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ട ക്ലാമ്പ് ഉണ്ട്. ക്ലാമ്പ് കുടുങ്ങി, ക്ലാമ്പ് പൊട്ടിയോണ്ട് വർഷങ്ങളായിട്ട് വണ്ടിക്ക് മൾഗാർഡ് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഡയറക്റ്റ് ചെളി ഇവിടെ തെറിച്ച് ഫുള്ള് അലമ്പായിട്ടിരിക്കും. നോക്കി ഇനി കംപ്ലീറ്റ് ഒന്ന് നമുക്ക് വാട്ടർ സർവീസ് ചെയ്തെടുത്തിട്ടാണ് ഡ്യൂക്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന കാര്യം നമ്മുടെ പുതിയ വണ്ടി അപ്ഡേറ്റ് എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല വെയിലും മഴയും ഒരുമിച്ചാട്ടെ. എന്താ കുറുക്കൻ്റെ ആദ്യരാത്രിയാണ്. അപ്പോൾ അങ്ങനെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും വണ്ടീൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ 2 വണ്ടി നല്ല മോഡിഫൈഡ് എടുത്തു. നല്ലപോലെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. 2ഉം യൂണിക്ക് ബിൽഡിൽ പണിത് നല്ല ഫേമസ് ആക്കിയ വണ്ടിയാണ്. ബ്ലാക്കി ബ്ലൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തൊരാളില്ല. പിന്നെ നമ്മുടെ ഡ്യൂക്കി, അത് പിന്നെ ഫേവററ്റ് ചെയ്യുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി മെയിനായിട്ടുള്ള. പിന്നെ ബ്ലൂബി. അപ്പോൾ ഇനി ഒരിക്കലും കാര്യം എന്ന് വെച്ചാൽ മോഡിഫൈഡ് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള ലുക്കേ ഉണ്ടാവുള്ളൂ. എല്ലാവരും പറയും പഴയ മുള്ള സിവിക്ക് എടുക്ക്, സിറ്റി എടുക്ക്, അതെടുക്ക്, സെന്നെടുക്ക്. ഒരു കാര്യമില്ല ബ്രോ. വെറുതെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനും ഹീരോക്കോട് ഓടിക്കാനും പോലീസിൻ്റെ പെറ്റി അടിക്കാനും ഈ കിടക്കുന്ന വണ്ടിക്ക് 12,000 രൂപ ഫൈൻ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ അടച്ചു തീർക്കും? ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നിയമമൊക്കെ മാറി നമ്മുടെ VD സതീശൻ നമ്മൾ ആഗ്രഹിച്ച പോലെ വന്ന് ഇനി ഭരണമൊക്കെ ഒന്ന് മാറിയാലേ
ഒരു പ്രതീക്ഷയുള്ളൂ. എന്നാലും മോഡിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പല സ്ഥലങ്ങളിൽ എറണാകുളം, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലത്ത് ഞാൻ ഡ്യൂക്ക് എടുത്ത് കൊണ്ടുപോകും. പക്ഷേ കാറൊക്കെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകില്ല. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് വണ്ടി കയറ്റിയിടേണ്ട വീടൊന്നും ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്തായിരുന്നപ്പോൾ അങ്ങനെ വീടില്ലായിരുന്നു വണ്ടി ഇടാനുള്ള സ്ഥലം. ഇപ്പം നാട്ടിൽ നിപ്പി വണ്ടി കിടന്ന് വണ്ടി മുഴുവൻ നശിച്ചിട്ടാണ് എൻ്റെ ബ്ലൂബിക്ക് ആദ്യം മുതൽ പണി കിട്ടി തുടങ്ങിയത്, എലി കയറിയൊക്കെ തുടങ്ങിയത്. വീട്ടുകാർക്ക് എടുക്കാൻ പറ്റില്ല, കാര്യം ഫുള്ളിൽ സൗണ്ടും ഓൾട്രേഷനൊക്കെ ചെയ്ത് നടക്കുന്ന വീട്ടുകാർക്ക് എന്നെ പോലെ കൊണ്ടു നടക്കാൻ പറ്റില്ല, പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ അവരും എടുക്കില്ല. അങ്ങനെ ആകെ വണ്ടി പണിയായി കണ്ടപ്പം എനിക്കൊരു 1.5-2 ലക്ഷം രൂപയാണ് വണ്ടി എടുത്തതും പണിതതും. ഒരു 1.5 ലക്ഷം രൂപയാണ് എനിക്ക് ആ വണ്ടി നഷ്ടത്തിൽ ഞാൻ കൊടുത്തത്. അവസാനം ഞാൻ പൈസ നോക്കാതെ നല്ലപോലെ നോക്കുന്ന ഒരാൾക്ക് പൈസ നോക്കാതെ 1.5 ലക്ഷം രൂപ നഷ്ടത്തിൽ ആ വണ്ടി ഞാൻ കൊടുത്തത്. 1.5 ലക്ഷം രൂപ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇനി ഒരു പുതിയ മോഡൽ ഏതെങ്കിലും. ആദ്യം ആൾട്ടോ 2006 മോഡലാണ്, ബ്ലൂബി 12 മോഡലാണ്, 2012. ഇനിയിപ്പോൾ ഒരു 22-25 അങ്ങനെ ഏതെങ്കിലും പുതിയ മോഡൽ വണ്ടി ഒരു ഏകദേശം നമ്മൾ 2-3 വണ്ടികൾ എൻ്റെ മനസ്സിലുള്ള. ഒന്ന് റെനോൾട്ടിൻ്റെ ക്ലാമ്പർ ഉണ്ട്, ലേറ്റസ്റ്റ് മോഡൽ കിഡ് ക്ലാമ്പർ. പിന്നെ സ്വിഫ്റ്റ് ബാലയനോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പുതിയ മോഡൽ ഒരു 22 മുതലുള്ള ഏതെങ്കിലും മോഡലാണ് വണ്ടി എടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് വേണ്ടി മെയിനായിട്ട്. ഞാൻ വണ്ടി പണിയെന്ന് വെച്ചാൽ നിങ്ങളാരും പേടിക്കേണ്ട, നമ്മുടെ വണ്ടി പ്രാന്തന്മാർ ഒരുപാട് പേരുണ്ട് വീഡിയോ കാണുന്നത്. എൻ്റെ പണി ഇഷ്ടപ്പെട്ട് കിടക്കുന്നത് എന്ത് വണ്ടി എടുത്താലും നമ്മളത് ഐഡൻറ്റിറ്റി ആക്കും, നിങ്ങൾ പേടിക്കേണ്ട. ഒരു വണ്ടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പേരിലൊരു വണ്ടി. കാര്യം ആ വണ്ടി അധികം മോഡിഫൈ ചെയ്ത വണ്ടിയൊന്നും കേരളത്തിലില്ല. ആ വണ്ടി ഇറക്കിയിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാം, പക്ഷേ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വണ്ടി ചിലപ്പോൾ ഒന്ന് 2 വട്ടം കണ്ടിട്ട് എൻ്റെ ചെറിയ പേപ്പർ വർക്കിൻ്റെ പുറകെയാണ്. ഇന്ന് കാണാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, സിഗ്നൽ തരാം. അപ്പോൾ അറിയുന്ന ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫാമിലിക്ക് വേണ്ടി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് വണ്ടി ഇതാണ്. ഇപ്പോൾ പുതിയ മോഡലാണ്, കുറച്ച് വർക്ക് എടുത്തിട്ടുണ്ട്, ബാക്കി വർക്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ കേട്ടോ, അത് കഴിഞ്ഞ് വീട്ടുകാർക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ അതും കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്ന കാര്യം കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് പഴയ ഏതെങ്കിലും ഒരു സെൻ എന്തൊക്കെ എടുത്ത് വീണ്ടും കളി തുടങ്ങാം. ഈ ഒരു പ്രാവശ്യം എന്തായാലും നല്ലൊരു ഫാമിലി യൂസ്ഡ് വണ്ടി. പക്ഷേ എന്തായാലും നമ്മൾ പണിയും അത്യാവശ്യം ലെതർ സീറ്റ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ഡയമണ്ടിൻ്റെ സ്റ്റീരിയോ, പിന്നെ സബ് വൂഫറൊക്കെ ഒരു 10-30,000 രൂപ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതിന് കുറച്ച് ഫണ്ടൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിലോട്ടാവും. ഡബിൾ മൈൻഡിലാണ് നിൽക്കുന്നത്. എന്തായാലും ഹെവി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പഴയ മോഡൽ വണ്ടി എടുക്കുന്നില്ല, കാര്യം വണ്ടിക്കും പണിയാണ്, പുറത്തിറക്കാനും പറ്റുന്നില്ല. ഒരു അത്യാവശ്യം ഒരു പുതിയ മോഡൽ വണ്ടിയാണ് കണ്ടുവച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത അപ്ഡേറ്റിനായിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓളാക്കി വെക്കണം, എന്നാലേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റോറി ആയിട്ട് റിവീൽ ചെയ്യുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ആദ്യം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഒരുപാട് പേര് വണ്ടി എന്ത് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ബാക്കി അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും വണ്ടി കാണിച്ചു തരാം. കാര്യം നോക്കണം. അടുത്ത വീടാനുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ക്യാമറ ഒന്നെ ഉരുട്ടിയിട്ടിട്ട് അവിടെ ഇരിക്കുന്നു. അടുത്തിന് അവൻ്റെ അടുത്തയാൾ വീഴാൻ റെഡി ആയിക്കോ. അപ്പോൾ അതാണ് കഥ. നീ എങ്ങോട്ടാടാ പോകുന്നത്? ഇതാണ് അവസ്ഥ. അപ്പോൾ ഇരുന്നിരുന്ന് ഓടിച്ചാൽ നല്ലതായിരിക്കും. ചാടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 8 അതാ നല്ല 8 16 പണി കിട്ടും. ഇങ്ങനെ ഓടിക്കുന്ന ഈ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നതാണ് സേഫ്. നേടിയൊന്ന് ഓടിച്ച് തലയടിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കേരളത്തിൽ അധികം ഇല്ലാത്തൊരു പുതിയ മോഡൽ വണ്ടീൻ്റെ കാര്യമാണ്. അപ്പോൾ ആ വണ്ടി എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് ഈ വണ്ടി ഇന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കാണാൻ പോകണം. പിന്നെ ഒരു 4-5 ലക്ഷം രൂപേൻ്റെ കളിയാണ്. ഇപ്പോൾ കുറച്ച് പേപ്പർ വർക്ക് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കിയിട്ട് സെറ്റാക്കാം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, എന്നാലും അപ്ഡേറ്റ് കിട്ടുള്ളൂ.